ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 25. കുമാര, നീ ഒരു സാധാരണക്കാരനല്ല. എല്ലാവരെക്കാളും കഴിവുള്ളവനാണ് നീ. അതുകൊണ്ട് നീ ആദ്യത്തെ വിദ്യ ഉപേക്ഷിച്ച് നിന്റെ കയ്യിലുള്ള രണ്ടാമത്തെ വിദ്യ നീ സ്വായത്തമാക്കണം. അത് നിന്റെ ഭാവി കാലത്ത് പ്രയോജനപ്പെടും. ഞാൻ വേണമെങ്കിൽ ഈ ആദ്യത്തെ വിദ്യ എടുക്കാം. മാധുരിയുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. അമരൻ അവൾ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മാധുരി അവന്റെ കയ്യിൽ നിന്നും കടും ചുവപ്പ് നിറത്തിലുള്ള മറ്റൊരു കടലാസ് എടുത്തു. എന്നിട്ട് അമരനോട് പറഞ്ഞു, നോക്കൂ അമര, ഈ കയ്യിൽ പിതാവ് പറഞ്ഞു തന്ന ആദ്യഘട്ട വിദ്യയുണ്ട്, മറുവശത്ത് രണ്ടാം ഘട്ട വിദ്യയും. ഇപ്പോൾ ഇവയിൽ നിന്നും ഏതാണ് നീ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? തീരുമാനം നിന്റേതാണ്. മാധുരി പറഞ്ഞു. അവന്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ആദ്യഘട്ട വിദ്യയുടെ കടലാസ് വാങ്ങി. ഇത് കണ്ട് മാധുരിക്ക് കുറച്ച് ദേഷ്യം വന്നു. അവൾ അമരനോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം കുമാര. അവൾ പറയാൻ വന്നതിനെ തടഞ്ഞുകൊണ്ട് അമരൻ പറഞ്ഞു, എനിക്കറിയാം മാധുരി, നീ പറയുന്നതെല്ലാം വളരെയേറെ ശരിയാണെന്ന്. അതിന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ നീ ഒരു വിഷയം കൂടെ മനസ്സിലാക്കണം. എനിക്കിപ്പോൾ ഒന്നാം ഘട്ട വിദ്യയാണ് ആവശ്യമുള്ളത്. രണ്ടാം ഘട്ട വിദ്യ സ്വായത്തമാക്കാൻ വേണ്ടി ഞാൻ ഇനിയും തയ്യാറെടുക്കേണ്ടതുണ്ട്. അമരന്റെ വാക്കുകൾ കേട്ട് മാധുരി ഒരു തീരുമാനത്തിലെത്തി. ശരി, ഇനി നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കുക. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ. നീ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ നിനക്ക് ഇവിടെ നിന്നും സ്വായത്തമാക്കാൻ സാധിക്കട്ടെ. അത് നിനക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, മാധുരി പറഞ്ഞു. സംസാരിച്ചു കൊണ്ടിരിക്കെ രണ്ടുപേരും ആ മുറിയിൽ നിന്നും ഇറങ്ങി. അമരൻ ചിരിച്ചുകൊണ്ട് നിന്നു. അവന്റെ കയ്യിലെ ചുവന്ന കടലാസ് കണ്ടപ്പോൾ പുറത്തു നിന്നവർക്ക് അവനോട് വീണ്ടും അസൂയ തോന്നി. അമരന് ഏതോ മികച്ച വിദ്യ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് അവർ കരുതി. ആൾക്കൂട്ടത്തെ അവഗണിച്ച് ഇരുവരും വീണ്ടും മണ്ഡപത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ഇനിയും ധാരാളം സമയമുണ്ടെന്ന് ഇരുവർക്കും അറിയാം. അതിനാൽ അവർ ആ സ്ഥലം സാവകാശം നോക്കി ക്ഷമയോടെ പതിയെ നടന്നു. ശക്തി കേന്ദ്രത്തിലേക്ക് ഇപ്പോഴും പൊതുജനങ്ങൾക്ക് വരാൻ പറ്റാത്തതിനാൽ സംസാരിച്ചുകൊണ്ട് ചുറ്റും വീക്ഷിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഇരുവരും പതിയെ നടന്നു. ഓരോ വർഷത്തിലും ഒരേ ഒരു ദിവസം മാത്രമാണ് ശക്തി കേന്ദ്രത്തിൽ ഇത്രയും തിരക്ക് അനുഭവപ്പെടാറുള്ളത്. എല്ലാ ഇടനാഴികളിലും ആളുകളെ കാണാമായിരുന്നു. സ്ഫടിക തിരശീലകൾ പൊട്ടിത്തകരുന്ന ശബ്ദം അവിടെ ഇവിടെയായി കേൾക്കാൻ തുടങ്ങി. അതിനുശേഷമുള്ള ആളുകളുടെ ആരവങ്ങൾ കൊണ്ട് ചില പാതകൾ ശബ്ദമുഖരിതമായി. ശരി മാധുരി, നമുക്ക് പോയാലോ? പിതാവ് പുറത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കും, അമരൻ പറഞ്ഞു. മാധുരി ശരി എന്ന അർത്ഥത്തിൽ തലകുലുക്കി. രണ്ടുപേരും പുറത്തേക്കുള്ള വാതിൽ നോക്കി നടക്കാൻ തുടങ്ങി. അപ്പോൾ അമരൻ പെട്ടെന്ന് ചുവന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടു. അവൻ ആകാംക്ഷയോടെ വാതിൽക്കൽ എത്തി ആ സ്ത്രീയെ നോക്കി. ആ സ്ത്രീ ദേവാംഗനയായിരുന്നു. സ്ഫടിക തിരശീല തകർക്കാൻ കഴിയാതെ അവൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ ദിവസത്തിനായി ദേവാംഗന ഒരുപാട് നാളായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കാത്തിരുന്ന ദിവസം ആഗതമായിട്ടും അവൾക്ക് ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പ്രത്യേക വിദ്യ ലഭിക്കാത്തതിനാൽ ദേവാംഗനയുടെ മുഖത്ത് സങ്കടം പ്രകടമായിരുന്നു. അവളുടെ അടുത്തു നിന്ന ചില യുവാക്കൾ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദേവാംഗന ആരെയും ശ്രദ്ധിച്ചില്ല. ഈ പരാജയത്തിന് ശേഷം അവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി. എങ്ങനെയെങ്കിലും ആ തിരശീലയ്ക്ക് പിന്നിലുള്ള വിദ്യ നേടിയെടുക്കണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. ഈ വാതിലിന് പിന്നിൽ ശക്തമായ ഒരു വിദ്യ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും അത് നേടാൻ ദേവാംഗന ആഗ്രഹിച്ചു. ഈ വാതിലിന് പിന്നിൽ വായു മൂലശക്തി എന്ന ഒരു ഉന്നത വിദ്യയുണ്ടെന്ന് അവളുടെ പിതാവ് നേരത്തെ അവളോട് പറഞ്ഞിരുന്നു എന്നതാണ് സത്യം. ഈ ശക്തി നേടിയാൽ അധികാര മത്സരങ്ങളിൽ ദേവാംഗന എല്ലാവരെയും മറികടക്കുമെന്നായിരുന്നു അവളുടെ പിതാവിന്റെ പ്രതീക്ഷ. അധികാരത്തിന് വേണ്ടി എന്ത് സാഹസം ചെയ്യാനും ദേവാംഗന ഒരുക്കമായിരുന്നു. അവൾക്ക് ഭേദിക്കേണ്ട തിരശീല ഉള്ള വാതിലിന്റെ സ്ഫടികം വളരെ കട്ടി കൂടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ തകർക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവസാനത്തെ 1.5 മണിക്കൂർ ദേവാംഗന ശ്രമിച്ചിട്ടും തിരശീല ഒന്ന് അനക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. മറ്റാരിൽ നിന്നും സഹായം സ്വീകരിക്കാനും സാധിച്ചില്ല. രണ്ടാളുകൾ ഒന്നിച്ച് ശ്രമിച്ചാലും തകർക്കാൻ പറ്റാത്തത്ര ബലം ആ തിരശീലയ്ക്കുണ്ടായിരുന്നു.
അത് തകർക്കാൻ സാധിക്കാത്തതിൽ അവളുടെ മുഖം വലിഞ്ഞു മുറുകി. വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങാൻ അവൾ ആഗ്രഹിച്ചില്ല. പിതാവിന്റെ സഹായത്തിനു ശേഷവും തനിക്ക് ഈ വിദ്യയിൽ പ്രാവീണ്യം നേടാനായില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആ സമയത്താണ് അമരൻ ദൂരെ നിന്ന് തന്നെ നോക്കുന്നത് ദേവാംഗന ശ്രദ്ധിച്ചത്. പെട്ടെന്നവൾ കണ്ണുനീർ തുടച്ച് സാധാരണ നിലയിലുള്ള മാനസികാവസ്ഥ കൈവരിച്ചു. എന്തോ ചിന്തിച്ചുറപ്പിച്ച പോലെ അമരനെ കണ്ട ഇടത്തേക്ക് അവൾ അവനെ നോക്കി നടന്നു. എന്നാൽ ദേവാംഗന തനിക്കരികിലേക്ക് വരുന്നത് കണ്ട കുമാരൻ ഒരു വേള ദൂരേക്ക് മാറാൻ ആലോചിച്ചു. ദേവാംഗനയോട് ആ സമയം സംസാരിക്കാൻ അവന് താല്പര്യം തോന്നിയില്ല. തന്നെ കണ്ടയുടനെ അമരൻ തിരിഞ്ഞു നടക്കുന്നത് കണ്ട് ദേവാംഗന സ്തംഭിച്ചുപോയി. അവനിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം പ്രതീക്ഷിക്കാതെ അവൾ ഞെട്ടി നിശ്ചലയായി നിന്നു. ദേഷ്യത്തോടെ തിരിഞ്ഞ അവൾ വാതിലിന് നേരെ നടന്നു. സത്യത്തിൽ അവൾക്ക് അമരനോട് ദേഷ്യം തോന്നിയില്ല. പകരം ദേവാംഗനയ്ക്ക് അവളോട് തന്നെയായിരുന്നു ദേഷ്യം തോന്നിയത്. തന്നോട് തന്നെ ദേഷ്യപ്പെട്ട് ദേവാംഗന ഇങ്ങനെ പറഞ്ഞു: അയ്യോ, ഞാനെന്തിനാ അമരനെ തേടി പോകുന്നത്? എനിക്കവനെ അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനു അന്വേഷിച്ചു പോകണം? ഞാൻ എന്തിനു സ്വയം തരം താഴണം എന്ന് കരുതി അവന്റെ അടുത്തേക്ക് പോയ നിമിഷമോർത്ത് അവൾ സ്വയം ശകാരിച്ചു. തനിക്ക് സ്ഫടിക തിരശ്ശീല തകർക്കാനാവില്ലെന്നോർത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ദേവാംഗന ഉറക്കെ കരയാൻ തുടങ്ങി. അതവിടെ കൂടിയിരുന്ന പലരുടെയും കാതിലെത്തി. വാതിലിന് താഴെ ഇരുന്ന് മുഖം പൊത്തി പരിസരം മറന്ന് ദേവാംഗന കരയാൻ തുടങ്ങി. അവൾ കരയുന്നത് കണ്ട താരകീയ വംശത്തിലെ ഇളമുറക്കാരിൽ പലരും അവളെ സഹായിക്കാൻ ആഗ്രഹിച്ചു. എന്തോ ഓർമ്മ വന്നതുപോലെ ദേവാംഗന പെട്ടെന്ന് തല ഉയർത്തി നോക്കി. ആ സമയം അവൾ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. അമരൻ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് മുമ്പിൽ നിന്നും അവൻ മാറിയെങ്കിലും അവൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അവന് അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ മനസ്സ് വന്നില്ല. ശരി ശരി, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്ഫടിക തിരശ്ശീല തകർക്കാൻ ശ്രമിക്കട്ടെ? അമരൻ ദേവാംഗനയോട് ചോദിച്ചു. അവൻ പറഞ്ഞത് കേട്ട് ദേവാംഗനയ്ക്ക് അത്ഭുതം മാത്രമല്ല സന്തോഷവും തോന്നി. അവൾ കണ്ണുനീർ തുടച്ച് വാതിലിനടുത്തേക്ക് നീങ്ങി. അമരൻ അവളെ പിന്തുടർന്നു. അമരൻ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവളുടെ മുഖത്തെ ചിരിയിൽ നിന്നും വ്യക്തമായിരുന്നു. അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ എല്ലാം കണ്ണുകൾ അമരനിൽ പതിഞ്ഞു. ആ വലിയ തിരശ്ശീല ഭേദിക്കാൻ അവന് കഴിയുമോ എന്ന് പലരും സംശയിച്ചു. സ്ഫടിക തിരശ്ശീലയ്ക്ക് മുന്നിൽ അമരൻ നിന്നു. കണ്ണുകളടച്ച് ഒരു ദീർഘനിശ്വാസമെടുത്തു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ തന്റെ കൈയിലേക്ക് ഊർജം ഒഴുകുന്നതായി അമരന് തോന്നി. അതിനുശേഷം അവൻ പതിയെ കണ്ണു തുറന്നു. പെട്ടെന്ന് അവൻ തിരശ്ശീലയ്ക്ക് മുകളിൽ കൈനീട്ടി ശക്തമായ ആക്രമണം പോലെ അത് നീക്കി. അവന്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി തിരശ്ശീലയിൽ തട്ടിയ ഉടൻ കട്ടിയുള്ള തിരശ്ശീല തകർന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം സ്തംഭിച്ചുപോയി. എല്ലാറ്റിനുമുപരിയായി കഴിഞ്ഞ 1.5 മണിക്കൂറായി തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് ഒറ്റയടിക്ക് അവൻ ചെയ്തു എന്നത് കണ്ട് ദേവാംഗന അമ്പരന്നു. തിരശ്ശീല തകർത്ത ശേഷം അമരൻ ദേവാംഗനയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. എന്നിട്ട് ദൂരെ അവനെ നോക്കി നിൽക്കുന്ന മാതിരിക്കരികിലേക്ക് നടന്നു. ഒന്നും മിണ്ടാതെ പോകുന്ന അമരനെ കണ്ട ദേവാംഗന പെട്ടെന്ന് അവനെ തടഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു: ഒരുപാട് നന്ദിയുണ്ട്. അത് സാരമില്ല. അമരൻ ദേവാംഗനയെ നോക്കി പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. അതേസമയം പുറത്തേക്കുള്ള വലിയ കവാടത്തിന് സമീപം ഒരു മേശ ഇട്ടിട്ടുണ്ട്. അതിനു മുകളിലായി ഒരു എഴുത്തോലയും എഴുത്താണിയും വെച്ചിട്ടുണ്ട്. അതിന് സമീപം മുതിർന്ന ഒരാൾ ഇരിക്കുന്നു. അകത്തേക്ക് വിദ്യ സ്വായത്തമാക്കാൻ പോകുന്ന യോദ്ധാക്കൾ അതും നേടി തിരികെ വരുമ്പോൾ നേടിയ വിദ്യ ഏതാണെന്നും ആരാണ് ആ യോദ്ധാവെന്നുമുള്ള വിവരങ്ങൾ നൽകണം. ആ വിവരങ്ങൾ അദ്ദേഹം തന്റെ എഴുത്തോലയിൽ രേഖപ്പെടുത്തും. അവർ നൽകിയ വിവരങ്ങൾ എല്ലാം സത്യമാണെന്ന് ഉറപ്പുവരുത്താനായി യോദ്ധാക്കളുടെ വിരലടയാളം ആ രേഖയ്ക്ക് താഴെയായി പതിപ്പിക്കും. താരകീയ വംശത്തിന്റെ ശക്തിയെക്കുറിച്ച് രാജാവിനെ അറിയിക്കാനായി എല്ലാ വർഷവും ഈ വിവരങ്ങൾ അടയാളപ്പെടുത്താറുണ്ട്. ആരും അവിടെ നിന്ന് ഒരു വിദ്യയും മോഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനായി 10ഓളം കാവൽക്കാർ കവാടത്തിൽ തടിച്ചുകൂടിയിരുന്നു. ഈ സമയം താരകീയ രാജവംശത്തിലെ യോദ്ധാക്കൾ ഓരോരുത്തരായി വരിയിൽ നിന്നുകൊണ്ട് ആ കാരണവരുടെ മുന്നിലെത്തി. എല്ലാവരും ആ എഴുത്തോലയിൽ എഴുതി കൈരേഖ പതിപ്പിച്ചു. ശക്തി കേന്ദ്രത്തിൽ നിന്ന് വിദ്യ സ്വന്തമാക്കാനായി ഈ ഒരു വഴിയേ ഉള്ളൂ എന്ന് യോദ്ധാക്കൾക്കെല്ലാം അറിയാം. ശക്തി നിലയം ഒരു സാധാരണ സ്ഥലമായിരുന്നില്ല. പാഞ്ചാല നഗരത്തിന്റെ എല്ലാ ശക്തികളുടെയും വിദ്യകളുടെയും കലവറയായിരുന്നു അത്. നൂറ്റാണ്ടുകളായി പൂർവികർ സ്വരൂപിച്ച ശക്തികളും
വിദ്യകളും അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് താരകീയ വംശത്തിന്റെ അടിത്തറയായിരുന്നു. അതിനാൽ ശക്തികേന്ദ്രം പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ടു. ആ സമയം വരിയിൽ അമരനും മാധുരിയും നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മുമ്പിൽ നിൽക്കുന്ന യുവാവുമായി അമരൻ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. സുഹൃത്തെ, ഈ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ അഭിമാനം തോന്നും. ഈ സ്ഥലത്ത് വരുന്നത് പോലും അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ ഇത്രയധികം കാവൽക്കാർ ഇവിടെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അമരൻ പറഞ്ഞു. ഒരു കാര്യവുമില്ലാതെ ആരും ഇങ്ങനെ ഒന്നും ചെയ്യില്ല കുമാര. ഈ സ്ഥലത്തിന് സുരക്ഷ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ കാവൽക്കാരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, യുവാവ് പറഞ്ഞു. ഓ, അപ്പോൾ അത്രയ്ക്കും വിലപ്പെട്ട വസ്തുക്കൾ ഇതിനകത്തുണ്ടല്ലേ, അമരൻ പറഞ്ഞു. അയ്യോ സുഹൃത്തേ, കഴിഞ്ഞ വർഷവും ഞാനിവിടെ വന്നിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് കുറച്ചറിയാം. ഈ സ്ഥലത്തിന്റെ പ്രധാന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന രേഖകളാണ്. ഇവിടെയുള്ള എല്ലാ രേഖകളും പ്രത്യേകതരം കടലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ആ കടലാസുകൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത, അമരൻ ചോദിച്ചു. പുറത്തു നിന്നുള്ള ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെ ഈ വിദ്യകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ ആ രേഖകളിലെ അക്ഷരങ്ങൾ സ്വയം അപ്രത്യക്ഷമാകും. അതായത് വിദ്യയുടെ രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നു. കൊള്ളാം, അമരൻ അത്ഭുതത്തോടെ പറഞ്ഞു. മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ ആ കടലാസുകളിൽ മായാജാലം നടക്കും, അറിവുകൾ അപ്രത്യക്ഷമാകും, യുവാവ് പറഞ്ഞു. അപ്പോൾ ആർക്കും എടുക്കാൻ പറ്റില്ലേ, അമരൻ ചോദിച്ചു. മോഷ്ടിക്കാൻ പറ്റും, പക്ഷേ ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നവൻ അത് ചെയ്യാൻ മുതിരില്ല, യുവാവ് പറഞ്ഞു. താരകീയ രാജവംശ കീഴിലുള്ള ശക്തി കേന്ദ്രത്തിലേക്ക് ഒരിക്കലും പിതാവ് തന്നെ കൊണ്ടുവരാതിരുന്നതിന് കാരണമെന്താണെന്ന് അമരൻ ആലോചിച്ചു. ഇത്രയും രഹസ്യങ്ങൾ അടങ്ങിയ ശക്തി കേന്ദ്രത്തിന്റെ നിഗൂഢത അമരനെ അതിശയിപ്പിച്ചു. ആളുകളുടെ നിര മെല്ലെ നീങ്ങി തുടങ്ങി. കൈരേഖ പതിക്കാൻ അമരന്റെ ഊഴമെത്തി. അയാൾ കാരണവരുടെ മുന്നിൽ വന്ന് കീശയിൽ നിന്ന് ഒരു കടും ചുവപ്പ് കടലാസ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. കടലാസ് കണ്ട് കാരണവർ ഞെട്ടി. കടലാസിൽ നിന്ന് കണ്ണുകളെടുത്ത് അദ്ദേഹം അമരനെ നോക്കി. ഈ വിദ്യ അപരാജിത പട്ടത്തിന്റെ ശക്തിയാൽ സംരക്ഷിച്ചു പോന്ന സ്ഫടിക തിരശ്ശീലയ്ക്കുള്ളിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈ വിദ്യ കുമാരന് ലഭിച്ചോ? അത്ഭുതം, അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഈ കുമാരനെ കാണുമ്പോൾ ഇത്രയേറെ ശക്തി അവനുള്ളതുപോലെ തോന്നുന്നില്ല. അത്ഭുതം, അവൻ എല്ലായ്പ്പോഴും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു, കാരണവർ ചിന്തിച്ചു. അമരൻ സ്വായത്തമാക്കിയ വിദ്യകൾ രേഖപ്പെടുത്തുന്നതിനിടയിൽ അദ്ദേഹം അമരനോട് സംസാരിച്ചു. കുമാര, അങ്ങ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. വിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ കുറിപ്പടി അബദ്ധത്തിൽ പോലും മറ്റാരുടെയും കൈകളിൽ എത്തിപ്പെടരുത്. അങ്ങനെ സംഭവിച്ചാൽ വളരെ മോശമായ എന്തെങ്കിലും വന്ന് ഭവിക്കും. അതിനാൽ നിങ്ങൾ അത് ശ്രദ്ധാപൂർവം സൂക്ഷിക്കണം. പിന്നെ കുമാരൻ വിദ്യ ശരിയാവണ്ണം സ്വായത്തമാക്കിയാലും ഇല്ലെങ്കിലും ഈ കടലാസ് ഒരു വർഷത്തിന് ശേഷം തിരികെ വന്ന് ഈ ശക്തി കേന്ദ്രത്തിൽ തിരിച്ചേൽപ്പിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കടലാസും അതിൽ എഴുതിയിരിക്കുന്ന ശക്തിവിദ്യയും നമ്മുടെ പാരമ്പര്യമാണ്. അതിൽ ഒരു പോറൽ പോലും ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യഗൗരവം അങ്ങേക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കുമാര, അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചു. അമരൻ സമ്മതത്തോടെ തലകുലുക്കി. ശേഷം അവൻ ഒന്നും മിണ്ടാതെ നടന്ന് മണ്ഡപത്തിന്റെ ഒരു ഭാഗത്ത് ചെന്നു നിന്നു. അധ്യായം 26. അടുത്തത് മാധുരിയുടെ ഊഴമായിരുന്നു. അവൾ തന്റെ കയ്യിലെ വിദ്യ പ്രതിപാദിക്കുന്ന കടലാസെടുത്ത് കാരണവരുടെ കയ്യിൽ കൊടുത്തു. വയോധികൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ പുസ്തകത്തിൽ അവൾക്ക് ലഭിച്ച വിദ്യ രേഖപ്പെടുത്തി. അയാൾ ചിരിക്കുന്നത് കണ്ട അമരൻ ആശ്ചര്യപ്പെട്ടു. ഈ വയോധികന് ചിരിക്കാൻ അറിയുമോ? കാരണം ഒരിക്കൽ പോലും അദ്ദേഹം അവനെ നോക്കി പുഞ്ചിരിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും മുന്നിലും അദ്ദേഹം. ശക്തി കേന്ദ്രത്തിന്റെ കാവൽക്കാരനായതിനാൽ ആർക്കും അദ്ദേഹത്തോട് ഒന്നും പറയാൻ കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു. താരകേയ രാജവംശത്തിലെ 3 മഹാന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഈ മനുഷ്യൻ എല്ലാ യുവാക്കളോടും പുഞ്ചിരിക്കാതെ സംസാരിച്ചിരുന്നെങ്കിലും മാധുരിയോട് മാത്രം സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. അത് കാരണം അമരന് മാധുരിയെക്കുറിച്ച് കൂടുതൽ സംശയം തോന്നി. അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അമരൻ അതിയായി ആഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ ആരാണ് മാധുരി? അവൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യങ്ങൾ മാത്രമായിരുന്നു അമരന്റെ മനസ്സിൽ. അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് ശക്തി കേന്ദ്രത്തിന്റെ പ്രധാന കവാടം കടന്ന് പുറത്തിറങ്ങി. അമരൻ പിന്നിൽ നിന്നും അഗാധമായ ഒരു ശബ്ദം കേട്ടു. എന്താ അമര?
ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അരുണേന്ദ്ര രാജാവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അമരനും മാധുരിയും പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് കണ്ട അരുണേന്ദ്രൻ അവരെ പിന്തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ആകാംക്ഷ അമരൻ ശ്രദ്ധിച്ചു. ഇത് കണ്ട അമരൻ പതിയെ കീശയിൽ നിന്നും ഒരു കടും ചുവപ്പ് കടലാസെടുത്ത് സന്തോഷത്തോടെ പിതാവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആ വലിയ വിദ്യ കണ്ടുപിടിച്ചു. അവന്റെ കയ്യിലെ കടലാസ് കണ്ടപ്പോൾ അരുണേന്ദ്രന് അതിയായ സന്തോഷം തോന്നി. ഇത് വളരെ സന്തോഷമുള്ള വാർത്തയാണ് അമര. നിനക്ക് ഈ വിദ്യ നേടാനായതിൽ അഭിമാനമുണ്ട് പുത്ര. ആ പിതാവ് അമരനെ അഭിനന്ദിച്ചു. മൂവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ നിന്റെ കൈവശം താരകേയ രാജവംശത്തിന്റെ സവിശേഷ വിദ്യയുണ്ട്. അതിനാൽ ഈ രാജവംശത്തിന്റെ നേതാവാകാൻ നീ പ്രാപ്തനായി എന്നാണ് അതിനർത്ഥം. എന്നാൽ പ്രത്യേക വിദ്യകൾ പരിശീലിക്കുന്നതിന് മുമ്പ് അപരാജിതനാകണം. അത് നീ വളരെ വേഗത്തിൽ തന്നെ നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അരുണേന്ദ്ര മഹാരാജാവ് പറഞ്ഞു. പിതാവ് പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് അമരൻ തലയാട്ടി. ശേഷം ആ ചുവന്ന കടലാസ് കീശയിൽ വെച്ചു. പെട്ടെന്നവൻ എന്തോ ഓർത്തതുപോലെ പിതാവിനോട് ചോദിച്ചു, പിതാവേ, എല്ലാം ശരിയാണ്, പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഇതൊരു പ്രാഥമിക വിദ്യ മാത്രമല്ല. എന്താണ് അതിന് വലിയ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഈ വിദ്യ ഇത്രയേറെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാൻ കാരണം? അമരൻ തന്റെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ സംശയങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ പിതാവിനോട് ചോദിച്ചു. ഒരു സാധാരണ വിദ്യയെ എന്തുകൊണ്ടാണ് ഇത്രയേറെ പരിപാലിക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നില്ല. ഈ ചോദ്യം മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ഒരു നേരിയ നിരാശ കടന്നുകൂടിയിരുന്നു. മാധുരിക്ക് നൽകിയ ആ രണ്ടാമത്തെ വിദ്യ കൂടി എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അമരൻ ചിന്തിച്ചു. മാധുരി അമരനോട് രണ്ടാം ഘട്ട വിദ്യ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അവനത് അനുസരിച്ചില്ല. ഒന്നാം ഘട്ട വിദ്യ തിരഞ്ഞെടുക്കാൻ അവന്റെ ബുദ്ധി പറയുകയായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അമരന് ചെറിയ നിരാശ തോന്നി. കാരണം രണ്ടാമത്തെ വിദ്യ വളരെ ശക്തവും മൂല്യമുള്ളതുമായിരുന്നു. പക്ഷെ ഇനി പശ്ചാത്തപിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അമരൻ അറിയാമായിരുന്നു. മാധുരിയോട് ആ വിദ്യയെക്കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യം അമരനില്ലായിരുന്നു. അമരന്റെ ആശയക്കുഴപ്പവും സങ്കടവും ശ്രദ്ധിച്ച വരുണമിത്രൻ മോതിരത്തിൽ നിന്ന് അവനെ ആശ്വസിപ്പിച്ചു. അമര, വിഷമിക്കേണ്ട. ചില ആദ്യഘട്ട വിദ്യകൾ മൂന്നാം ഘട്ട വിദ്യയേക്കാൾ ശക്തമാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു വിദ്യയാണെങ്കിലോ നീ കരസ്ഥമാക്കിയത്? ഇത് കേട്ടതും അമരൻ മോതിരത്തിലേക്ക് നോക്കി ചോദിച്ചു, ശരിയാണോ ഗുരുദേവ? ഞാൻ മൂന്നാം ഘട്ട വിദ്യയേക്കാൾ ശക്തിയുള്ള വിദ്യയാണോ സ്വന്തമാക്കിയത്? ആ വിദ്യക്ക് അത്രയ്ക്കും ശക്തിയുണ്ടോ? വളരെ ആവേശത്തോടെയാണ് അമരൻ ഈ ചോദ്യം ചോദിച്ചത്. ഗുരുവാക്യം കേട്ടപ്പോൾ കയ്യിലൊരു നിധിയുണ്ടെന്ന് അമരൻ തോന്നി. പക്ഷേ വരുണമിത്രൻ അമരന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ഉത്തരമാണ് നൽകിയത്. കാലം ഉത്തരം പറയും, പക്ഷേ പ്രതീക്ഷ കൈവിടണ്ട. കാത്തിരുന്ന് കാണാം. പ്രതീക്ഷയോ? ഇത് കേട്ടപ്പോൾ അമരന്റെ ആവേശമെല്ലാം പോയി. വരുണമിത്രൻ പറഞ്ഞതായിരിക്കും ശരിയെന്നും ഈ വിദ്യ തനിക്ക് ഉപകാരപ്പെടാനിടയില്ലെന്നും അമരൻ കരുതി. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് കാലത്തിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ, അമരൻ ചിന്തിച്ചു. അവന്റെ സങ്കടം കണ്ട് വരുണമിത്രൻ പറഞ്ഞു, വിഷമിക്കരുത് അമര. സത്യം ഞാൻ നിന്നോട് പറയാം. നിനക്കൊന്നാം ഘട്ട വിദ്യ ആവശ്യ സമയത്ത് ഉപകാരപ്പെടില്ല. വരുണമിത്രനിൽ നിന്ന് നല്ല പ്രതികരണം പ്രതീക്ഷിച്ച അമരന് അത് കേട്ടതും ദേഷ്യം വന്നു. അമരൻ തന്റെ വാക്കുകളിൽ ദുഃഖിതനായത് കണ്ട് വരുണമിത്രൻ പറഞ്ഞു, എന്തിനാ അമര നീ ഇപ്പോൾ സങ്കടപ്പെടുന്നത്? മാധുരിയുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ ശക്തികൾ എന്റെ കയ്യിലുണ്ട്. പക്ഷേ അത് നിനക്ക് പകർന്നു നൽകണമെങ്കിൽ മറ്റു നക്ഷത്ര ശക്തികൾ കൂടെ നീ കൈവരിക്കണം. അതിനാൽ അമര, നീ ആദ്യം നിന്റെ നക്ഷത്ര ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നീ ചോദിക്കാതെ തന്നെ നിനക്ക് ആവശ്യമായ വിദ്യകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും. വരുണമിത്രൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ അമരൻ ഒന്ന് ശാന്തനായി. കുട്ടിക്കാലം മുതൽ അറിയാൻ ആഗ്രഹിച്ച മാധുരിയുടെ രഹസ്യം തന്റെ ഗുരു ആകസ്മികമായി വെളിപ്പെടുത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ആ രഹസ്യം അറിയാൻ കഴിഞ്ഞില്ല. അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നക്ഷത്രശക്തി വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ഉറപ്പിക്കണമെന്ന് അമരൻ ചിന്തിച്ചു. നക്ഷത്രശക്തി കൂട്ടാൻ
ഇനിയും കൂടുതൽ കഠിനമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടണം. ഒരു തരത്തിൽ ഇത് ശക്തനാകാനുള്ള ആദ്യത്തെ വലിയ ചുവടുവെപ്പാണ്. ഈ വലിയ നീക്കത്തിന് ശേഷം മാത്രമേ വാസുകിയോട് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. ദിവസങ്ങൾ കടന്നുപോയി. യോദ്ധാക്കൾ പ്രത്യേക വിദ്യ ശക്തി കേന്ദ്രത്തിൽ പോയി സ്വായത്തമാക്കിയത് മുതൽ പരിശീലന മൈതാനം മുമ്പുള്ളതിലുമധികം സജീവമായി. പാഞ്ചാല ദേശത്തിന്റെ തെളിഞ്ഞ ആകാശത്ത് സൂര്യപ്രഭ ജ്വലിച്ചു നിന്നു. സൂര്യതാപം പാഞ്ചാല ദേശമാകെ പൊള്ളിച്ചു. ആ സമയം ശക്തമായ ചൂടുകാറ്റ് വീശിയതിനാൽ ജനങ്ങൾ ദുരിതത്തിലായി. സാധാരണ മലനിരകളുള്ള വനത്തിൽ പോലും സൂര്യന്റെ ചൂട് കഠിനമായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ചുട്ടുപൊള്ളുന്ന കാറ്റിൽ രണ്ടുപേർ പരസ്പരം പോരടിക്കുകയായിരുന്നു. രണ്ടുപേരും അവരുടെ വിദ്യകൾ വളരെ വേഗത്തിൽ പരിശീലിച്ചു. പരസ്പരം പോരാടി അമരനും മാധുരിയും. ആക്രമണങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അപകടകരമായി തോന്നിയില്ല. പക്ഷേ ഒരിക്കൽ അവരുടെ കൈകൾ ഏറ്റുമുട്ടിയപ്പോൾ കാട് തന്നെ നശിപ്പിക്കാൻ മതിയായ ശക്തമായ സാങ്കേതിക വിദ്യകൾ പോലും ഉപയോഗിക്കാൻ ഇരുവർക്കും കഴിയുമെന്ന് വ്യക്തമായി. വഴക്കിനിടയിൽ മാധുരിയുടെ കൈ അമരന്റെ താടിയെല്ലിൽ സ്പർശിച്ചു. അത് കാരണം അവൻ രണ്ടടി പിന്നോട്ട് വെച്ചു. മറുവശത്ത് മാധുരിയുടെ കൈകൾക്കും ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു. അമരൻ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവളുടെ കൈകളിൽ സുവർണ ശക്തികൾ ഒഴുകിക്കൊണ്ടിരുന്നു. അത്ഭുതകരം. സത്യത്തിൽ നീ ഒരു മഹാശക്തിയാണ് മാധുരി. നിന്നോട് പോരാടുമ്പോൾ നിന്നിൽ നിന്ന് ലഭിക്കുന്ന ഊർജം വളരെ വലുതാണ്. അതെന്നെ കുറച്ചുകൂടെ ജാഗരൂകനാക്കാൻ പ്രാപ്തനാക്കുന്നു, അവൻ ചിന്തിച്ചു. അമരൻ കാലുകൊണ്ട് നിലത്തടിച്ചപ്പോൾ തറയിലെ പൊടി വായുവിലേക്ക് പറന്നു. മാധുരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവൻ തന്റെ അടുത്തേക്ക് അതിവേഗം വരുന്നത് കണ്ട് അവളും പ്രതിരോധത്തിനായി കൈ ഉയർത്തി. പക്ഷേ അത് അമരന്റെ തന്ത്രമാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ പൊടി പറത്തി അവളെ ആശയക്കുഴപ്പത്തിലാക്കി. സത്യത്തിൽ വേഗത്തിൽ വന്ന് അമരൻ ഒരു പടി മുന്നിൽ നിന്നു. പക്ഷേ അവൻ വരുമെന്ന് കരുതി അവൾ കൈ ഉയർത്തി. എന്നാൽ അവൻ അവിടെ തന്നെ നിന്നപ്പോൾ അവൻ അംഗം അവസാനിപ്പിച്ചെന്ന് മാധുരി കരുതി. അതേസമയം അമരൻ പെട്ടെന്ന് കൈ ഉയർത്തി. അഷ്ടശക്തികളെ എന്ന് വിളിച്ച് മാധുരിയുടെ അടുത്തേക്ക് പാഞ്ഞു. അഷ്ടശക്തി ഉപയോഗിച്ചാണ് അമരൻ മാധുരിയെ ആക്രമിച്ചത്. അവന്റെ കൈകളിൽ നിന്ന് ശക്തമായ ഒരു കാറ്റ് മാധുരിക്ക് നേരെ വീശി തുടങ്ങി. അതൊഴിവാക്കാൻ മാധുരി തന്റെ കൈകൾ വായുവിൽ ചലിപ്പിച്ച് ശക്തിയുടെ ഒരു വലയം തന്നെ സൃഷ്ടിച്ചു. നിലത്തുണ്ടായിരുന്ന ഇലകൾ വായുവിലേക്ക് പറന്നു. സ്ഫോടനത്തിന് ശേഷം അമരന്റെ ശരീരം വായുവിലൂടെ ഏകദേശം 5 കാതത്തോളം ദൂരേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ നേരത്തെ സ്വായത്തമാക്കിയ വിദ്യ ഉപയോഗിച്ച് താഴെ വീഴാതെ സ്വയം രക്ഷപ്പെട്ടു. അവളുടെ തിരിച്ചടിയിൽ അവൻ അമ്പരന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അമരൻ മാധുരിയോട് ചോദിച്ചു, മാധുരി, നീ എപ്പോഴാണ് അഷ്ടശക്തി വിദ്യ പഠിച്ചത്? ഇല്ല അമര, ഇത് അഷ്ടശക്തി തന്ത്രമല്ല. ഇത് 2ാം ഘട്ടത്തിലുള്ള ഒരു ഉന്നത തന്ത്രമാണ്. ഇതിനെ പകർപ്പ് വിദ്യ എന്ന് വിളിക്കുന്നു. ഇത് വളരെ അപകടമുണ്ടാക്കുന്ന വിദ്യയാണ്. ശരിയായ രീതിയിൽ പ്രയോഗിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വരുത്തും. ഈ വിദ്യ പ്രയോഗിച്ച എതിരാളിയുടെ ശക്തി നമ്മളിലേക്ക് ആവാഹിക്കാൻ കഴിയും. എനിക്കെന്റെ എതിരാളിയുടെ ശക്തി എന്നിലേക്ക് ആവാഹിക്കാൻ കഴിയുമോ? അമരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, പക്ഷേ നിന്റെ അഷ്ടശക്തി കൗശലം വളരെ ശക്തമാണ്. ഞാനിപ്പോൾ അപരാജിത അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് നിന്റെ ആക്രമണം എനിക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല, മാധുരി പറഞ്ഞു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമരന്റെ കയ്യിൽ പെട്ടെന്ന് വേദന അനുഭവപ്പെട്ടു. ഇത് എന്താണ്? എനിക്കെന്താ പറ്റിയത്? മാധുരിയോട് അംഗം നടത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത വേദന വന്നല്ലോ എന്നോർത്ത് അയാൾ പശ്ചാത്തപിച്ചു. അവൻ വല്ലാതെ തളർന്നിരുന്നു. ശരീരമാകെ വിയർപ്പിൽ കുളിച്ചു. വെയിലിന്റെ ചൂട് അവനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. ചൂടിൽ അസ്വസ്ഥനായ അമരൻ തന്റെ മേൽവസ്ത്രം അഴിച്ചുമാറ്റി. അപ്പോൾ അവന്റെ ദൃഢശരീരം അനാവൃതമായി. പാറയ്ക്ക് മുകളിൽ തന്റെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന അമരൻ ഒരു ആൺസിംഹത്തെ ഓർമ്മപ്പെടുത്തി. ആ കാഴ്ച കണ്ടപ്പോൾ മാധുരിയുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു. മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം അവന്റെ ശരീരം വളരെ ദൃഢമായിട്ടുണ്ട്. അവളുടെ മനസ്സിൽ എന്തോ അവനെ കണ്ടപ്പോൾ ഇന്നേ വരെ തോന്നാത്തൊരു ചാഞ്ചാട്ടം തോന്നി. മാധുരി അമരനെ നോക്കുന്ന കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. അമരന് അവന്റെ തളർന്ന മനസ്സിലും ശരീരത്തിനും ഒരല്പം വിശ്രമം അത്യാവശ്യമായിരുന്നു. സൂര്യൻ കത്തിജ്വലിക്കുകയാണ്.
നീയാണ് മാധുരി എന്നെ ഇത്രമാത്രം തളർത്തിയത്. അല്പനേരം വിശ്രമിച്ചാൽ മാത്രമേ എനിക്ക് വീണ്ടും പോരാടാൻ കഴിയൂ, അമരൻ മാധുരിയോട് പറഞ്ഞു. 2 മാസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ഞാൻ ഇപ്പോഴും അതേ അഷ്ടനക്ഷത്ര ശക്തിയിൽ തന്നെയാണ്, അമരൻ സങ്കടത്തോടെ മാധുരിയോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ അമരൻ അല്പം വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയ മാധുരി അവനെ ആശ്വസിപ്പിക്കാൻ ഒരു പുഞ്ചിരിയോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. അവളും പാറയിൽ കയറി അവന്റെ അരികിലിരുന്നു. എന്താ അമര, എന്തിനാ ഇപ്പൊ വിഷമിക്കുന്നേ? അഷ്ടനക്ഷത്ര ശക്തിയിൽ നിന്നും നവനക്ഷത്ര ശക്തിയിലേക്ക് ഒരല്പം കൂടെ ദൂരമേ ഉള്ളൂ. അത് നിന്നെ കൊണ്ട് വേഗത്തിൽ സാധിക്കും. എനിക്കും ഇതേ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, മാധുരി സ്നേഹത്തോടെ അമരനെ ആശ്വസിപ്പിച്ചു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമരൻ തന്നെ നോക്കുന്നത് മാധുരി ശ്രദ്ധിച്ചു. അവളുടെ വാക്കുകളിൽ അവൻ മുഴുകിയിരുന്നു. അവന്റെ നോട്ടമേറ്റപ്പോൾ മാധുരിയുടെ മുഖം നാണിച്ചുപോയി. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. അവൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. അമര, അമര, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? മാധുരി അമരനോട് ചോദിച്ചു. അവളുടെ മധുരസ്വരം പൊരിവെയിലിൽ അമരന് കുളിരേകി. നിരാശ നിറഞ്ഞ അവന്റെ ഹൃദയത്തിൽ ധൈര്യം നിറയ്ക്കുന്ന ഒരു ഔഷധം അവളുടെ സ്വരത്തിലുണ്ടായിരുന്നു. ഈ സമയം അത്രയും അമരൻ അവളുടെ ശബ്ദം ശ്രവിക്കുകയും അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കുകയും അവളുടെ സുന്ദരമായ രൂപത്തിൽ പൂർണ്ണമായും മയങ്ങുകയും ചെയ്യുന്നത് മാധുരി ശ്രദ്ധിച്ചു. അവന്റെ വശ്യമായ നോട്ടം നേരിടാനാവാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഒരു നിശബ്ദത അനുഭവപ്പെട്ട മാധുരി അമരനെ തിരിഞ്ഞു നോക്കി. ആ സമയം അമരന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. അവൻ സംസാരിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയിരുന്നു. അമരൻ ഉറങ്ങുന്നത് കണ്ട മാധുരി അവനരികിൽ ചെന്ന് അവന്റെ ചെവിയിൽ പതിയെ വിളിച്ചു, അമര, അമര. എന്നാൽ ക്ഷീണം കാരണം അമരൻ സുഖമായി ഉറങ്ങുകയായിരുന്നു. അവൻ ബോധം കെട്ടുറങ്ങുകയായിരുന്നു. കഠിനമായ അഭ്യാസത്തിൽ അവൻ വല്ലാതെ തളർന്നിരുന്നുവെന്നും അതുകൊണ്ടാവണം അവൻ താനുണ്ടായിട്ടും ഉറങ്ങിപ്പോയതെന്നും അവൾ കരുതി. മാധുരി കണ്ണുകൾ അടച്ചു, കൈത്തണ്ട ചലിപ്പിച്ചു തുടങ്ങി. പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു സ്വർണ്ണ തിളക്കം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവൾ അത് അമരന്റെ തല മുതൽ കാൽ വരെ തളിക്കാൻ തുടങ്ങി. മിന്നുന്ന കണികകൾ അവന്റെ ശരീരത്തിൽ കലരാൻ തുടങ്ങി. അവന്റെ ശരീരം കണികകളെ മുഴുവനായും ആഗിരണം ചെയ്തു. അത് ചെയ്യുന്നതിനിടയിൽ മാധുരി ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ അവനിൽ ഊർജം ചൊരിഞ്ഞു. അതിനുശേഷം അവൾ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു, അഭിനന്ദനങ്ങൾ അമര, നീ ഇപ്പോൾ 9 നക്ഷത്രങ്ങളുടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഏതാനും മാസങ്ങൾ കൂടി മാത്രം നിനക്കും അപരാജിതൻ എന്ന പട്ടം ലഭിക്കും. അവളും അവന്റെ അരികിൽ വന്ന് കിടന്നുറങ്ങാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗാഠനിദ്രയിൽ നിന്നും അമരൻ ഉണർന്നു. സൂര്യൻ മെല്ലെ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. അവൻ ആലസ്യം തകർത്ത് ദേഹം കുലുക്കി മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മാധുരി തന്റെ അരികിൽ കിടക്കുന്നത് അമരൻ കണ്ടത്. അവന്റെ ചലനം മനസ്സിലാക്കിയ മാധുരി പെട്ടെന്നുണർന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു, ഇപ്പോഴാണോ സിംഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്? അതും പറഞ്ഞ് അവൾ ചിരിച്ചു. അത് കേട്ട് അമരനും ചിരിച്ചുകൊണ്ട് പാറയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ദൃഢമായ ശരീരത്തിലെ എല്ലുകൾ പൊട്ടിച്ചു. എന്താണ് എനിക്ക് സംഭവിച്ചത്? 9 നക്ഷത്രങ്ങളുടെ ശക്തിയിൽ എത്തിയ പോലെ തോന്നുന്നു, അവൻ പറഞ്ഞു. അവന്റെ ആശ്ചര്യം കണ്ട് മാധുരി രഹസ്യമായി ചിരിച്ചു. കഴിഞ്ഞ തവണയും ഇത്തവണയും ഉറക്കത്തിൽ അവന്റെ ശക്തി വർദ്ധിച്ചു. അവൻ സന്തോഷത്തിൽ പുഞ്ചിരിച്ചു. ആകാശത്തേക്ക് കൈ ഉയർത്തി ഹൂ എന്ന് വിളിച്ചുകൊണ്ട് ചാടി. ആ ശക്തി അനുഭവിച്ചപ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. മാധുരി അവന്റെ ചിരി ആസ്വദിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുകയാണോ? ദൈവമേ മാധുരി, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ സമയമായോ? നീ എനിക്ക് കാവലായി ഇവിടെ ഉണ്ടായിരുന്നോ? എന്നോട് ക്ഷമിക്കൂ, ഞാനിവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. ആ ക്ഷീണത്തിൽ അധിക നേരം കിടന്നുറങ്ങി. അതിനുശേഷം അമരൻ തിടുക്കത്തിൽ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇന്ന് വളരെ നല്ല ദിവസമാണ്. എനിക്ക് 9 നക്ഷത്ര ശക്തി കിട്ടി. നമുക്കിത് ആഘോഷിക്കണം. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതിനാൽ എനിക്ക് നിനക്ക് ഒരു ചെറിയ വിരുന്ന് നടത്തണം. പക്ഷേ ഇവിടെ അത് പറ്റില്ല. നമുക്ക് ഉടൻ തന്നെ പാഞ്ചാല നഗരത്തിലേക്ക് പോകാം. വരൂ മാധുരി, നമുക്ക് നഗരത്തിലേക്ക് പോവാം, അമരൻ പറഞ്ഞു.
മാധുരിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അധ്യായം 27. ഇന്ന് വളരെ നല്ല ദിവസമാണ്. എനിക്ക് 9 നക്ഷത്ര ശക്തി കൈവന്ന ദിവസം. നമുക്ക് ഇത് ആഘോഷിക്കണം. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതിനാൽ എനിക്ക് നിനക്കൊരു ചെറിയ വിരുന്ന് നടത്തണം. പക്ഷേ ഇവിടെ അത് പറ്റില്ല. നമുക്കുടൻ തന്നെ പാഞ്ചാല നഗരത്തിലേക്ക് പോകാം. വരൂ മാധുരി, നമുക്ക് ഈ കാടിറങ്ങാം. അമരൻ പറഞ്ഞു. എന്ത്, ചെറിയ വിരുന്നോ? അത് പറ്റില്ല. നിനക്ക് 9 നക്ഷത്ര ശക്തിയാണ് ലഭിച്ചത്. അതുകൊണ്ട് എനിക്കൊരു വലിയ വിരുന്ന് തന്നെ വേണം. ഇത്രയും നേരം ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കി ചെയ്യൂ അമര. മാധുരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത തവണ നീ ചോദിച്ച പോലെ ഒരു വലിയ വിരുന്ന് തന്നെ തരാം. മാധുരി, എന്റെ കയ്യിൽ ഇപ്പോൾ അത്രയ്ക്കും പണമില്ല. അതിനാൽ എനിക്ക് ഒരു ചെറിയ വിരുന്ന് മാത്രമേ ഇപ്പോൾ നിനക്ക് തരാൻ കഴിയുള്ളൂ. ഇത്തവണ മാധുരി, നീ നിന്റെ മനസ്സൊന്ന് വലുതാക്കി ഈ ചെറിയ വിരുന്ന് സ്വീകരിക്കൂ. അവൻ തമാശയായി അവളോട് പറഞ്ഞു. അമരൻ പറഞ്ഞ തമാശ കേട്ട് രണ്ടുപേരും ഉറക്കി ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരി വനമാകെ പ്രതിധ്വനിച്ചു. അമരന് മാധുരിയോട് ഒരുപാട് നന്ദി തോന്നി. അവളോളം നല്ല മറ്റൊരു സുഹൃത്ത് ഇനി തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് അമരൻ ഓർത്തു. അമരൻ വിരുന്ന് കഴിഞ്ഞ് മാധുരിക്ക് ചില സമ്മാനങ്ങളും വാങ്ങിക്കൊടുത്തു. ശേഷം രണ്ടുപേരും സമാധാനത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിലെത്തിയ ഉടനെ കുമാരൻ കട്ടിലിൽ കയറിക്കിടന്ന് വിശ്രമിക്കാൻ ആരംഭിച്ചു. നവനക്ഷത്ര ശക്തി കൈവരിച്ചതിന്റെ സന്തോഷം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. എത്രയും വേഗം ഞാൻ വീണ്ടും അപരാജിതനാകും. എന്നെക്കുറിച്ച് അപകീർത്തികരമായി സംസാരിച്ച എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കും, അമരൻ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ മോതിരത്തിൽ നിന്നും വരുണമിത്രന്റെ ശബ്ദം കേട്ടു. അമര, 9 നക്ഷത്ര ശക്തി നേടിയതിന് അഭിനന്ദനം. എന്നാൽ ഈ നേട്ടത്തിന് നീ നന്ദി പറയേണ്ടത് മാധുരിയോടാണ്. കാരണം നിന്റെ ശക്തി 9 നക്ഷത്രങ്ങളിലേക്ക് ഉയർത്തിയത് അവളാണ്. അപരാജിതനാവാത്തതിൽ നീ വിഷമിക്കുന്നത് കണ്ട മാധുരി, നീ ഉറങ്ങുന്ന വേളയിൽ ആരും അറിയാതെ നിന്നിലേക്ക് പകർപ്പ് വിദ്യ വഴി അപരാജിത ശക്തി പകർന്നു നൽകുകയായിരുന്നു. എന്നാൽ പാവം മാധുരിക്ക് അറിയില്ലല്ലോ ഞാനിതെല്ലാം കാണുമെന്ന്. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗുരു പറഞ്ഞത് കേട്ട് അവന്റെ മുഖത്തെ സന്തോഷം അമ്പരപ്പായി മാറി. മോതിരം നോക്കി ഗുരുവിനോട് പറഞ്ഞു. ഗുരുദേവ, അങ്ങ് പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വ്യക്തമായി പറയൂ, അങ്ങ് എന്താണ് പറഞ്ഞത്? മാധുരി അവളെന്നെ 9 നക്ഷത്രങ്ങളുടെ ശക്തിയിലേക്ക് ഉയർത്തിയെന്നോ? അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ആത്മാവിനെ പോലെയുള്ള ആ മനുഷ്യൻ അമരന്റെ മോതിരത്തിൽ നിന്ന് പുറത്തു വന്ന് അമരനെ നോക്കി പറഞ്ഞു. അതേ അമര, അപരാജിത ശക്തി കൈവരിക്കാനായി നീ ഒരുപാട് കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നീ ഈ ശക്തി കൈവരിക്കാൻ കാരണക്കാരി മാധുരി മാത്രമാണ്. മാധുരി നിനക്ക് 9 നക്ഷത്ര പദവി തന്നു. പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ നിനക്ക് ആ ശക്തി കിട്ടും. ഗുരു, അവൾ എന്നെ ഇങ്ങനെ സഹായിച്ചതിൽ എനിക്ക് പരിഭവമില്ല. എന്നാൽ ഈ ശക്തി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ 9 നക്ഷത്രങ്ങളുടെ ശക്തി ലഭിച്ചവനല്ലേ? ഞാൻ പഞ്ചനക്ഷത്ര ശക്തിയിൽ നിന്നും നവനക്ഷത്ര ശക്തിയിലെത്താൻ 6 മാസക്കാലം എടുത്തു ഗുരുവേ. ഈ നേട്ടം ഞാൻ കൈവരിച്ചത് 1 വർഷക്കാലം അനുഷ്ഠിച്ച കഠിന പരിശ്രമം കൊണ്ടാണ്. 2 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ കഠിന പരിശ്രമം നിമിത്തം വാസുകിയെ തോൽപ്പിക്കും വിധം ശക്തനാകും. അമരൻ പറഞ്ഞത് കേട്ട് വരുണമിത്രൻ മറുപടിയൊന്നും പറയാതെ നിശബ്ദനായിരുന്നു. അമരൻ തുടർന്നു. വാസുകിയെ നേരിട്ട് പരിശീലിപ്പിച്ചത് രക്ഷമല്ലർ രാജവംശത്തിലെ ഒരു യോദ്ധാവാണ്. അതുകൊണ്ടാണ് അവൾ ഇത്ര ശക്തയായത്. അതുമാത്രമല്ല, ചാന്ദിലനെ പോലൊരു മഹാനായ വൈദ്യൻ അവളെ സഹായിക്കുന്നുണ്ട്. ചാന്ദിലൻ മഹാനായ വൈദ്യനാണ്. വൈദ്യരംഗത്ത് അദ്ദേഹത്തെ പോലെ സ്വീകാര്യനായ മറ്റൊരു വൈദ്യനില്ല. അദ്ദേഹം വാസുകിക്ക് പലതരത്തിലുള്ള വിശേഷ ഔഷധങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. അമരൻ വൈദ്യരെ പ്രകീർത്തിക്കുന്നത് കേട്ട വരുണമിത്രൻ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? അമരൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ ചോദ്യം ശ്രദ്ധിക്കാതെ അദ്ദേഹം തന്റെ അട്ടഹാസം തുടർന്നു. ദയവ് ചെയ്ത് അട്ടഹാസം ഒന്ന് നിർത്തുമോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ചിരി കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നിർത്തൂ! അമരൻ അലറി. വരുണമിത്രൻ ചിരി നിർത്തി. തുടർന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. വരുണമിത്രനോടുള്ള ദേഷ്യം കൊണ്ട് അവൻ മുഖം മറ്റൊരു വശത്തേക്ക് തിരിച്ചിരുന്നു. നോക്കമര, നീ കരുതുന്നത് പോലെ ആ ചാന്ദിലൻ
അത്ര വലിയ വൈദ്യനൊന്നുമല്ല. അവന് അഷ്ടനക്ഷത്ര ശക്തിയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുവനാണ് അപരാജിതനാവാനുള്ള ഔഷധം ഉണ്ടാക്കി നൽകുന്നത്. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അമരൻ ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണവരാ. ആ ചാന്ദിലിനെ പറ്റി എനിക്ക് നന്നായി അറിയാം. ജനങ്ങളെല്ലാം അവനെ ഔഷധങ്ങളുടെ രാജാവ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അതൊക്കെ വെറുതെയാണ്. സത്യത്തിൽ അവനൊരു കോമാളിയാണ്. ഞാൻ അവനെ കോമാളി വൈദ്യർ എന്നാണ് വിളിക്കുക. വരുണമിത്രൻ പറയുന്നത് കേട്ട് അദ്ദേഹത്തോട് നേരത്തെ തോന്നിയ ദേഷ്യമെല്ലാം മറന്ന് അമരൻ ചിരിക്കാൻ തുടങ്ങി. വരുണമിത്രൻ മഹാനായ ഒരു വൈദ്യനാണെന്ന് അമരന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഗുരു ചാന്ദിലിനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമെന്ന് അമരന് തീർച്ചയായിരുന്നു. പിന്നെ അമര, നിന്നോടൊരു കാര്യം കൂടി പറയാൻ മറന്നു. നാളെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിന് നീ തയ്യാറായിരുന്നുള്ളൂ. മൂലികകൾ വാങ്ങി നമുക്ക് മൈഥിലി പാനീയം തയ്യാറാക്കണം. ഈ പാനീയം വളരെയേറെ കൈപ്പേറിയതായിരിക്കും. എന്നാൽ ഇത് കുടിച്ചാൽ നിനക്ക് അതിശയകരമായ ശക്തി ലഭിക്കും. അപരാജിതൻ എന്ന പദവി നേടാൻ ഇത് നിന്നെ വളരെയധികം സഹായിക്കും. അദ്ദേഹം പറഞ്ഞു. ഗുരുദേവ, അവിടുന്ന് ഈ പാനീയം കുടിക്കരുതെന്ന് എന്നോട് മുൻപ് പറഞ്ഞിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതാ. പക്ഷേ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അന്ന് നീ വല്ലാതെ തളർന്നിരുന്നു. ഈ പാനീയം നീ അന്ന് സേവിച്ചിരുന്നെങ്കിൽ ആപത്തായി മാറിയേനെ. അതുകൊണ്ടാ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇനി നിനക്ക് ഇത് സേവിക്കാം. കാരണം ഇപ്പോൾ നിനക്ക് അപരാജിത ശക്തിയുണ്ട്. വരുണമിത്രൻ പറഞ്ഞു. വിശദീകരണം കേട്ട് വരുണമിത്രൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് അമരന് തോന്നി. വരുണമിത്രൻ മൈഥിലി പാനീയം തയ്യാറാക്കാൻ ആവശ്യമായ മൂലികകളുടെ പട്ടിക അമരന് നൽകി. 50 വർഷം പഴക്കമുള്ള നീല പനിനീർ പൂക്കൾ 4, നാഗനഞ്ചിന് പഴം 2, ജലമൂല ശക്തിയുള്ള കല്ല്. പട്ടിക കണ്ടപ്പോൾ അമരന് ബോധം മറയുന്നത് പോലെ തോന്നി. എന്തു പറ്റി അമര? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വരുണമിത്രൻ ചോദിച്ചു. എന്താണ് ഗുരുവേ? എന്താണ് ആവശ്യപ്പെടുന്നതെന്ന വല്ല ധാരണയും അങ്ങേക്കുണ്ടോ? 50 വർഷം പഴക്കമുള്ള ഒരു നീല പനിനീർ പൂവിന്റെ വില അറിയാമോ? 3000 സ്വർണ്ണ നാണയങ്ങൾ. അതൊരു പൂവിന്റെ വിലയാണ്. നിങ്ങൾ 4 ചോദിച്ചു. പാമ്പ് ഒരു വിഷമുള്ള പഴമാണോ? എവിടെ കിട്ടുമെന്നറിയില്ല. ഈ പഴത്തിന്റെ വില ഏകദേശം 8000 ഒക്കെ ആവും. അടുത്തെന്തായിരുന്നു? ജലമൂല ശക്തിയുള്ള ഒരു മാന്ത്രിക കല്ല്. ഞാനത് ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും ലേലം നടക്കുമ്പോൾ ദൂരെ നിന്നും. ഇത്രയേറെ പണം എന്റെ കയ്യിലില്ല. മാത്രമല്ല, നിങ്ങൾ എഴുതിയ പട്ടികയിലെ ഏറ്റവും വില കുറവുള്ള വസ്തുവിന്റെ വില പോലും 10500 സ്വർണ്ണ നാണയങ്ങളാണ്. ഇതിനെല്ലാം എത്ര പണം വേണ്ടിവരുമെന്നറിയാമോ? ഏകദേശം 50000 സ്വർണ്ണ നാണയങ്ങൾ. ഇതിനൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടും പണം? ഇതൊക്കെ എഴുതാൻ അങ്ങേക്ക് എഴുത്താണി മാത്രം മതി. പക്ഷെ ഇത് വാങ്ങാൻ പണം വേണമെന്നറിയാമോ? അമരൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് നിന്റെ പ്രശ്നം. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇതെല്ലാം വേണ്ട അളവിൽ ചേർത്ത് പാനീയമുണ്ടാക്കുക എന്നത് മാത്രമാണ് എന്റെ കർത്തവ്യം. വരുണമിത്രൻ പറഞ്ഞു. ഇത് കേട്ട് അമരന് വല്ലാത്ത ദേഷ്യം വന്നു. അമരൻ തന്റെ നിസ്സഹായ അവസ്ഥ ഗുരുദേവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ മനോവേദന വരുണമിത്രൻ ചെവികൊണ്ടില്ല. ഗുരുദേവ, ഞാൻ പറയുന്നത് അങ്ങേക്ക് മനസ്സിലായോ ഇല്ലയോ? നിങ്ങൾ പറയുന്ന പട്ടികയിലുള്ള മൂലികകൾ എനിക്ക് വാങ്ങാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഇവിടത്തെ ഖജനാവ് കൊള്ളയടിക്കേണ്ടി വരും. ഖജനാവിൽ പോലും ഇത്രയധികം പണം ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്ന അമരൻ പെട്ടെന്ന് എന്തോ ഓർത്തു. തലയിണക്കിടയിൽ നിന്നും ഒരു പച്ച നിറത്തിലുള്ള കടലാസ് എടുത്ത് വരുണമിത്രനെ കാണിച്ചു. ഇത് എന്താണെന്നറിയാമോ? അമൃതധാരാ ലേലത്തിൽ കിട്ടിയ 10000 സ്വർണ്ണ നാണയങ്ങൾ. ഇനി ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇത് നിങ്ങൾ തന്ന പട്ടികയിലുള്ള ഒരു സാധനം വാങ്ങാൻ പോലും തികയില്ല, അമരൻ പറഞ്ഞു. അമരൻ തന്റെ ദുരവസ്ഥ പറയുന്നത് കേട്ട് വരുണമിത്രൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ഗുരുവിനോട് എന്തു പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. അദ്ദേഹത്തിന് ഔഷധ സസ്യത്തിന് ആവശ്യമായ ചേരുവകൾ മാത്രം മതി. അത് എങ്ങനെ വാങ്ങും എന്നതൊന്നും അദ്ദേഹത്തിന്റെ വിഷയമല്ല. അമരൻ തല പുകഞ്ഞാലോചിക്കാൻ തുടങ്ങി. അവൻ എങ്ങനെയെങ്കിലും മൂലികകൾ വാങ്ങാനുള്ള പണം കണ്ടെത്തിയേ മതിയാവും. പണം കണ്ടെത്താൻ ഒരു മാർഗം മാത്രമേ അവന്റെ മുന്നിൽ തെളിഞ്ഞുള്ളൂ. വീണ്ടും അമൃതധാരാ പാനീയം തയ്യാറാക്കി ലേലത്തിന് വെക്കുക.
കസേരയിലിരുന്ന വരുണമിത്രൻ അമരന്റെ ചിന്തകൾ വായിച്ചു. അമൃതധാരയുണ്ടാക്കുന്നത് വരുണമിത്രന് വലിയ കാര്യമായിരുന്നില്ല എന്നതിനാൽ അമരനെ ഒരിക്കൽ കൂടി സഹായിക്കാൻ അദ്ദേഹം തയ്യാറായി. അയ്യോ, എന്തൊരു ലോകമാണിത്! ഈ ലോകത്ത് ഏറ്റവും അസഹനീയമായ വസ്തുത ആവശ്യമുള്ളപ്പോൾ കയ്യിൽ കാശില്ലാത്തതാണ്. അമരൻ വിലപിച്ചുകൊണ്ട് കട്ടിലിൽ കിടന്ന് വീണ്ടും വിശ്രമിക്കാൻ തുടങ്ങി. വരുണമിത്രൻ തിരികെ മോതിരത്തിലേക്ക് തന്നെ പോയി. പിറ്റേന്ന് രാവിലെ തന്നെ അമരൻ അമൃതധാരാപാനീയം തയ്യാറാക്കാനുള്ള സാമഗ്രികൾ വാങ്ങാനായി താരകീയ കൊട്ടാരം വിട്ടു. അമൃതധാരാപാനീയം എങ്ങനെ ഉയർന്ന വിലയ്ക്ക് വിൽക്കാം എന്നതിൽ മാത്രമായിരുന്നു അമരന്റെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ അമൃതധാര ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ ചന്തയിൽ നിന്ന് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി. തന്റെ പക്കലുള്ള വസ്തുക്കൾ കൊണ്ട് അമൃതധാരാപാനീയം എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് അമരന് മനസ്സിലായിരുന്നു. അമരനും വരുണമിത്രനും അമൃതധാരാപാനീയം തയ്യാറാക്കാൻ തുടങ്ങി. വരുണമിത്രൻ അമൃതധാരാപാനീയം തയ്യാറാക്കാനുള്ള ചേരുവകൾ ചേർത്ത് വെക്കുമ്പോൾ കയ്യിലെ നാണയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ അമരൻ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. വരുണമിത്രൻ 1 മണിക്കൂറോളം സമയം ചെലവഴിച്ചു. 7 സ്ഫടിക ഭരണി നിറയെ അമൃതധാരാപാനീയം തയ്യാറാക്കി. പിന്നീട് 7 ഭരണികൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ അമരൻ ആ ഭരണികളെ നോക്കി ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കുന്നത് വരുണമിത്രൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ തവണ ലേലത്തിന് പോകുമ്പോൾ ധരിച്ചു പോയ അതേ കറുത്ത വസ്ത്രം ധരിച്ച് അമരൻ ആരുമറിയാതെ രഹസ്യമായി ചക്രാനന്ദ ലേലശാലയിലേക്ക് പോകാൻ ഒരുങ്ങി. അതിനുശേഷം ഭരണികളെല്ലാം തുണിയിൽ കെട്ടി മുതുകിൽ തൂക്കി. അല്പസമയത്തിനുള്ളിൽ അമരൻ ചക്രാനന്ദ ലേലശാലയിലെത്തി. കഴിഞ്ഞ തവണത്തെ പോലെ നിരീക്ഷണ മുറിയിലേക്ക് പോയി. അവിടെ ദേവാംഗനയും ചിരഞ്ജീവ ഗുരുവും ഉണ്ടായിരുന്നു. അവർക്കരികിലെത്തിയ വേഷപ്രച്ഛന്നനായ അമരൻ തന്റെ പുറകിൽ നിന്ന് 7 ഭരണികളെടുത്ത് അവളുടെ മുന്നിൽ മേശപ്പുറത്ത് വെച്ചു. അമൃതധാര നിറച്ച 7 ഭരണിയിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി. ഇത്രയധികം അമൃതധാര ഭരണികൾ ഒരുമിച്ച് കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. അവളുടെ ശ്രദ്ധ ക്ഷണിക്കാനായി അമരൻ ഒന്ന് ചുമച്ചു. സ്ഫടികഭരണിയിലേക്ക് ആശ്ചര്യത്തോടെ നോക്കി നിന്ന അവളെ അമരന്റെ ചുമ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ സ്ഫടികഭരണികൾ ഓരോന്നായി തുറന്നു നോക്കാൻ തുടങ്ങി. പാനീയത്തിന്റെ മണം കൊണ്ട് ദേവാംഗനയ്ക്ക് മനസ്സിലായി ഈ ഭരണിയിൽ നിറച്ച പാനീയങ്ങൾ യഥാർത്ഥ അമൃതധാരാ പാനീയമാണെന്ന്. അത് പരിശോധിച്ച ശേഷം അവൾ ആ ഭരണികൾ ചിരഞ്ജീവ ഗുരുവിന് കൊടുത്തു. ദേവാംഗന ചെയ്ത പോലെ ചിരഞ്ജീവ ഗുരുവും ഓരോ ഭരണിയും തുറന്നു പരിശോധിച്ചു. എല്ലാത്തിൽ നിന്നും ഓരോ തുള്ളി വീതം സേവിച്ചു നോക്കി. അദ്ദേഹവും അത് അമൃതധാര തന്നെയെന്ന് ഉറപ്പുവരുത്തി. ഗുരുവാക്യം ശ്രവിച്ച മാത്രയിൽ തന്നെ ദേവാംഗനയ്ക്ക് സന്തോഷമടക്കാനായില്ല. ദേഹം മുഴുവൻ കറുത്ത വസ്ത്രം കൊണ്ട് മറച്ച അമരനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. അമരൻ നിശബ്ദനായി നിന്നു. മുഖമില്ലാത്ത വൈദ്യർ, സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു കരാറുമായി ഇത്രയും മാസങ്ങൾക്ക് ശേഷം നിങ്ങളിവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ സന്തോഷം പ്രകടിപ്പിച്ചു. മോതിരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന വരുണമിത്രൻ അമരന്റെ ശബ്ദത്തിൽ ചോദിച്ചു, ഈ ഭരണികൾ വിറ്റഴിയാൻ എത്ര സമയമെടുക്കും? കഴിഞ്ഞ തവണ അമരൻ അവിടെ വന്നപ്പോഴും സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചിരുന്നില്ല. അമരനു വേണ്ടി വരുണമിത്രനായിരുന്നു സംസാരിച്ചത്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. അമരൻ തുണി ഉപയോഗിച്ച് മുഖം മറച്ചിരുന്നത് കൊണ്ട് അവൻ വായ തുറന്നൊന്നും മിണ്ടുന്നില്ല എന്ന് അവിടെയുള്ളവർ അറിയുന്നില്ല. സംസാരിക്കുന്നത് അമരൻ തന്നെയാണെന്ന് ഏവരും കരുതി. അവൻ വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. വളരെ പെട്ടെന്ന് ഇവയെല്ലാം ഒന്ന് വിറ്റുതരാൻ സാധിക്കുമോ? അമരന്റെ കടുപ്പത്തിലുള്ള ചോദ്യം കേട്ട് ഒരു മാത്ര ദേവാംഗന ഒന്ന് പതറി. നിങ്ങൾക്ക് ഉടൻ പണം വേണോ? അതായത് അടിയന്തരമായി പണം ആവശ്യമില്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാം ലേലം ചെയ്തു കൊള്ളാം. അതുവരെ കാത്തിരുന്നാൽ ഞങ്ങൾ ഭരണികളെല്ലാം വിറ്റഴിക്കാം. എന്നിട്ട് നിങ്ങളുടെ വിഹിതം നിങ്ങളെ ഏൽപ്പിക്കാം. അത്ര സമയം കിട്ടിയേ പറ്റൂ. കാരണം അത്ര പെട്ടെന്ന് ഇത്രയും ഭരണികൾ ഒരുമിച്ച് വിൽക്കുക എന്ന് വെച്ചാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അമരന് പെട്ടെന്ന് ദേവാംഗനയ്ക്ക് എന്തു മറുപടി നൽകണം എന്ന ആശയക്കുഴപ്പത്തിലായി. അമരന് അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അവൻ ഒന്നും മിണ്ടാതെ നിന്നു. ദേവാംഗനയ്ക്ക് അവന്റെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലായി. അവളുടെ മുഖത്ത് സന്തോഷം മിന്നി. ദേവാംഗനയുടെ ചോദ്യത്തിന് വരുണമിത്രൻ മറുപടി പറഞ്ഞു. കുറച്ചു മൂലികകൾ വാങ്ങാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? അദ്ദേഹം പറഞ്ഞത് കേട്ട് അമരനാണ് അത് പറഞ്ഞതെന്ന് കരുതി ദേവാംഗന അമരനെ നോക്കി പറഞ്ഞു, മൂലികകൾ? എന്ത് മൂലികകൾ? വരുണമിത്രൻ ഇതേക്കുറിച്ച് സംസാരിക്കാൻ അല്പം മടിച്ചു. അവൻ തന്റെ വാക്കുകൾ
മയപ്പെടുത്താൻ ശ്രമിച്ചു. പറയൂ, എന്താണ് വേണ്ടത്? അവൾ വീണ്ടും ചോദിച്ചു. 50 വർഷം പഴക്കമുള്ള നീല റോസാപ്പൂക്കൾ 4, പാമ്പ്, വിഷമുള്ള പഴങ്ങൾ 2, 20 വർഷം പഴക്കമുള്ള ആയുർവേദ മന്ത്രക്കല്ല് അഥവാ ജലത്തിന്റെ ശക്തിയുള്ള കല്ല്. അദ്ദേഹം തന്റെ പട്ടികയെക്കുറിച്ച് പറഞ്ഞു. അവൻ പറഞ്ഞ വസ്തുക്കളുടെ പട്ടിക വിവരം കേട്ട് ചിരഞ്ജീവ ഗുരുവിന്റെ മുഖം മാറി. എന്തുകൊണ്ടാണ് ഒരു വൈദ്യർക്ക് ഇത്രയും വിലയേറിയ വസ്തുക്കൾ ആവശ്യമായി വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്നാൽ പെട്ടെന്നെന്തോ ഓർത്ത പോലെ ഈ വൈദ്യർ ഇനി ഒരു പക്ഷേ മൈഥിലി ദ്രാവകം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചിരഞ്ജീവ ഗുരു ആശ്ചര്യപ്പെട്ടു. എന്നാൽ ദേവാംഗന ചിരിച്ചുകൊണ്ട് അമരനോട് പറഞ്ഞു, ഓ, അതിനെന്താ? നിങ്ങൾ സൂചിപ്പിച്ച ഇനങ്ങൾ കണ്ടെത്താൻ ഞാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അത് ഞങ്ങളുടെ ലേലശാലയിൽ എത്തിയാലുടൻ ഞാൻ നിങ്ങളെ അറിയിക്കും. പക്ഷേ ഞാൻ എങ്ങനെ അറിയിക്കും? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ വിലാസം എന്താണ്? അവൾ ചോദിച്ചു. സംസാരിക്കുന്നതിനിടയിൽ ദേവാംഗന ചിരഞ്ജീവ ഗുരുവിനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിച്ച വസ്തുക്കൾ ലേലത്തിന് വന്നാൽ നമ്മുടെ അമൃതധാരയ്ക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്നും എടുത്ത് വാങ്ങിച്ചാൽ മതി. എനിക്കല്പം തിരക്കുണ്ട്. 2 ദിവസത്തിനകം ഞാൻ വരും. നിങ്ങൾ എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. നന്ദി. വരുണമിത്രന്റെ ശബ്ദം നിലച്ചപ്പോൾ തന്നെ അമരൻ അവിടെ നിന്നും പോയി. അമരൻ പോയ ഉടനെ ദേവാംഗന ചിരഞ്ജീവ ഗുരുവിനെ നോക്കി ചോദിച്ചു, എന്താണ് ഗുരു? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖം ഇത്ര ആശ്ചര്യപ്പെടുന്നത്? അവൻ എന്താണ് പറഞ്ഞത്? അവൻ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിരഞ്ജീവ ഗുരു താടിയിൽ തലോടിക്കൊണ്ട് ചിന്താപൂർവം പറഞ്ഞു. എന്താണത് ഗുരുദേവ? ദേവാംഗന ആകാംക്ഷപൂർവം ആരാഞ്ഞു. എനിക്കറിയാവുന്നിടത്തോളം ഈ മൂലികകളെല്ലാം ഒരു കാര്യം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്താണ്? അവൾ ആകാംക്ഷയോടെ ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി. മൈഥിലി പാനീയം, അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ട് ദേവാംഗന ഒന്ന് ഞെട്ടി. പക്ഷേ ഗുരു, ആ മൈഥിലി പാനീയം തയ്യാറാക്കാൻ 4ാം ഘട്ട വിദ്യ സ്വായത്തമായ ഒരാൾക്ക് മാത്രമല്ലേ കഴിയൂ? പരിഭ്രമത്തോടെ അവൾ ചോദിച്ചപ്പോൾ ചിരഞ്ജീവ ഗുരു തലയാട്ടി. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഈ മുഖം മറച്ച വൈദ്യർ തീർച്ചയായും ഒരു 4ാം ഘട്ട വിദ്യ സ്വായത്തമാക്കിയ ഭിഷഗ്വരനാണ്, ചിരഞ്ജീവ ഗുരു പറഞ്ഞു. അത് കേട്ട് ദേവാംഗന ശരിക്കും ഞെട്ടിപ്പോയി. ചിരഞ്ജീവ ഗുരു തുടർന്നു. എന്നാൽ എനിക്ക് മറ്റൊരു സംശയമുണ്ട്. നമ്മുടെ പാഞ്ചാല നഗരത്തിൽ അത്തരത്തിലുള്ള വിദ്യ നേടിയ 4 വൈദ്യന്മാരേ ഉള്ളൂ. അവരെയെല്ലാം എനിക്കറിയാം. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. അതാണ് ഒരേ ഒരു ആശയക്കുഴപ്പം, അദ്ദേഹം പറഞ്ഞു. ദേവാംഗന ഒരു കുടിലത നിറഞ്ഞ ചിരിയോടെ മനസ്സിൽ ഒരു പദ്ധതി തയ്യാറാക്കി. 4ാം ഘട്ട വിദ്യ സ്വായത്തമാക്കിയ ആ മുഖമില്ലാത്ത വൈദ്യനെ ഞാൻ തീർച്ചയായും സഹായിക്കും. അദ്ദേഹത്തെ സഹായിച്ചാൽ എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാം. അത്തരത്തിലൊരു ബന്ധം വൈദ്യരുമായി സ്ഥാപിക്കുന്നത് എനിക്ക് വളരെയേറെ ഗുണം ചെയ്യും. മാത്രമല്ല, കൃത്യസമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സഹായം ആവശ്യപ്പെട്ടാൽ വൈദ്യരും എന്നെ സഹായിക്കും. ഞാൻ വിചാരിക്കും പോലെയൊക്കെ കാര്യങ്ങൾ നടന്നാൽ വൈദ്യർ എന്നെ കൂടുതൽ ശക്തയാവാൻ സഹായിക്കും. കുറച്ചു നിമിഷങ്ങൾക്കകം പാഞ്ചാല ദേശമാകെ അമൃതധാരാപാനീയം വീണ്ടും ചക്രാനന്ദലേലശാലയിൽ ലേലത്തിന് വെക്കുന്ന വിവരം പരന്നു. അതിന് പിന്നാലെയാണ് 7 സ്ഫടികഭരണി അമൃതധാരാ ലേലം ചെയ്യുന്നുണ്ടെന്ന വിവരം പ്രചരിച്ചത്. അമരൻ 7 ഭരണി അമൃതധാരാ ലേലത്തിന് നൽകിയിട്ട് ഒരു ദിവസം പോലും തികയുന്നതിന് മുൻപേ 7 അമൃതധാരാ ഭരണികൾ ലേലത്തിനെത്തുന്നുണ്ട് എന്ന വാർത്ത കാട്ടുതീ പോലെ പാഞ്ചാല നഗരത്തിൽ എങ്ങും പ്രതിധ്വനിക്കാൻ തുടങ്ങി. മുൻ ലേലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലേലത്തിൽ കൂടുതൽ യോദ്ധാക്കൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് അമരൻ പ്രതീക്ഷിച്ചു. കാരണം യോദ്ധാക്കൾക്ക് മാത്രമേ അമൃതധാരാ പാനീയം ആവശ്യമുള്ളൂ. അനേകം യോദ്ധാക്കൾ ലേലശാലയിൽ വന്നു ചേർന്നാൽ വളരെ വലിയ തുകയ്ക്ക് ലേലം നടക്കുമെന്ന് അമരൻ കണക്കുകൂട്ടി. ഓരോ രാജവംശത്തിലെയും മുതിർന്ന അംഗങ്ങൾ അവരുടെ ഇളം തലമുറയ്ക്ക് വേണ്ടി അമൃതധാരാ പാനീയം വാങ്ങാൻ തയ്യാറായി ഇരിക്കുകയാണെന്ന വിവരം അമരന്റെ കാതിലുമെത്തി. അമൃതധാര ജനങ്ങൾക്ക് വിലപ്പെട്ട ഒന്നാണെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. അടുത്ത ദിവസം ചക്രാനന്ദ ലേലശാലയിൽ നിന്ന് അരുണേന്ദ്ര രാജാവിന് പ്രത്യേക ക്ഷണം ലഭിച്ചു. കാരണം അദ്ദേഹം കഴിഞ്ഞ ലേലത്തിൽ കൂടുതൽ നാണയങ്ങൾ നൽകി അമൃതധാരാ പാനീയം വാങ്ങിയിരുന്നു. കൂടാതെ ചില പണക്കാർക്കും പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. ചക്രാനന്ദ ലേലശാലയിൽ ലേലം നടക്കുന്ന ദിവസം ആഗതമായി. അമരൻ രഹസ്യമായി അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയം
കൊട്ടാരത്തിലെ ഒരു സേവകൻ തന്റെ അടുത്തേക്ക് വരുന്നത് അമരൻ കണ്ടു. ക്ഷമിക്കണം യുവരാജൻ, രാജാവിന് അങ്ങയെ കാണണമെന്ന് തിരുവുള്ളം ഉണർത്തിച്ചിട്ടുണ്ട്, അവൻ താഴ്മയായി പറഞ്ഞു. നിശബ്ദനായി അമരൻ തന്റെ പിതാവിന്റെ അടുത്തേക്ക് വേലക്കാരനെ അനുഗമിച്ചു. താരകേയ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിനരികിലെത്തി. അവിടെ പിതാവിനെ കൂടാതെ താരകേയ രാജവംശത്തിലെ മറ്റു ചില പ്രമുഖരുമുണ്ടായിരുന്നു. എല്ലാവരും ആവേശത്തോടെ അമരനെ നോക്കി. അരുണേന്ദ്രൻ തനിക്കടുത്തേക്ക് വരാൻ അമരനോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഉടൻ തന്നെ അമരൻ പിതാവിന്റെ അടുത്ത് ചെന്ന് നെടുവീർപ്പോടെ നിന്നു. അപ്പോൾ ഒരു സ്ത്രീ ശബ്ദം അവിടമാകെ മുഴങ്ങി. എത്ര നേരമായി ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. സ്ത്രീകളായ ഞങ്ങൾ പോലും പെട്ടെന്നൊരുങ്ങിയിറങ്ങി. എന്നിട്ടും നിനക്കെന്താണ് ഇത്ര താമസം? രോഷം നിറഞ്ഞ ശബ്ദം മുഴങ്ങി. അമരൻ ശബ്ദത്തിനുടമയെ തിരഞ്ഞു. ജാനകിയായിരുന്നു അത്. അവൾ പതിവ് പോലെ അവനോട് നല്ല ദേഷ്യത്തിലായിരുന്നു. അവളെ കണ്ടതും അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ ഇത്ര തിടുക്കം? ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ പോവുകയാണോ? പരിഹാസരൂപേണയുള്ള മറുപടി കേട്ട് ജാനകിയുടെ ദേഷ്യം കൂടിക്കൂടി വന്നു. ആ സമയം മറ്റൊരു പെൺകുട്ടി ചിരിക്കുന്ന ശബ്ദം അവൾ കേട്ടു. അത് മാധുരിയുടെ ശബ്ദമാണെന്ന് അമരന് പെട്ടെന്ന് മനസ്സിലായി. ആളുകൾക്ക് നടുവിലായി മാധുരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. അവളെ അവിടെ കണ്ട അമരൻ ഒന്ന് ഞെട്ടി. ലേലത്തിന് നീയും വരുന്നുണ്ടോ? അമരൻ അതിശയത്തോടെ ചോദിച്ചു. മാധുരി ആൾക്കൂട്ടത്തെ മറികടന്ന് അമരന്റെ അടുത്ത് അവന്റെ അരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കെന്താ, വരാൻ പാടില്ലേ? എല്ലാ ദിവസവും ഞാനിവിടെ യുദ്ധമുറകളും പരിശീലിച്ചിരിക്കണമെന്നാണോ? കൊട്ടാരത്തിലിരുന്നു മടുത്തു. ഒന്ന് പുറത്തു പോവാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതാ ഞാൻ ലേലശാലയിലേക്ക് പോവാൻ ഒരുങ്ങിയത്. എന്താ, ഞാൻ വരുന്നത് നിനക്കിഷ്ടമായില്ലേ? മാധുരി പരിഭവത്തോടെ ചോദിച്ചു. അവിടെ എന്താണ് ലേലം വിളിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? അമരൻ ചോദിച്ചു. ഓ, എനിക്കറിയാം. അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്, മാധുരി പറഞ്ഞു. മാധുരി, നീ ഇതിനകം അപരാജിത പദവി നേടിയിട്ടുണ്ട്. ഇപ്പോഴും ശക്തയാണ്. എന്തിനാണ് അങ്ങനെയുള്ള നിനക്ക് അമൃതധാരാപാനീയം? അമരൻ മാധുരിയോട് ചോദിച്ചു. ആ സമയം പുറകിൽ നിന്നും ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടു. അതെല്ലാം നീ എന്തിനാ നോക്കുന്നത്? കഴിഞ്ഞ ലേലത്തിൽ നിന്റെ പിതാവ് ആ അമൃതധാരാപാനീയം അംഗശീലന്റെ കയ്യിൽ നിന്നും നിനക്ക് വാങ്ങി തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ആ ശബ്ദം കേട്ട് അമരൻ തിരിഞ്ഞു നോക്കി. സൂര്യോദയൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ ശാരീരിക നില പഴയതിനേക്കാൾ മെച്ചപ്പെട്ടിരുന്നു. 2 മാസം മുമ്പ് അമരനുമായി നടത്തിയ വെല്ലുവിളിയുടെ ഫലമായി ഉണ്ടായ ആക്രമണത്തിൽ ഏറെ നാളായി കിടപ്പിലായ സൂര്യോദയൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും നടക്കാൻ തുടങ്ങിയിരുന്നു. സൂര്യ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? നടക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു, അമരൻ പറഞ്ഞു. അമരന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ സൂര്യൻ ദേഷ്യത്തോടെ അവനെ നോക്കി. അപ്പോഴും അമരനെയും മാധുരിയെയും ഒരുമിച്ച് കണ്ടതിലുള്ള ദേഷ്യം സൂര്യനുണ്ടായിരുന്നു. എന്റെ ദേഷ്യം കൂട്ടല്ലേ അമര? എന്നെ തല്ലി നിലം പരിശാക്കിയിട്ടിപ്പോൾ സുഖാന്വേഷണം നടത്തുന്നോ? എന്താ, മറ്റുള്ളവർക്ക് മുമ്പിൽ നല്ല പിള്ള ചമയുകയാണോ? ദേഷ്യത്തോടെ സൂര്യൻ ചോദിച്ചു. ഛേ, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നിന്നെ വഴക്കു പറയണോ? അതാണ് നിനക്ക് താല്പര്യമെങ്കിൽ പിന്നെയും പിന്നെയും വഴക്കു കൂടാൻ ഞാൻ തയ്യാറാണ്, അമരൻ തമാശയായി പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞത് കേട്ട് സൂര്യോദയൻ ദേഷ്യപ്പെട്ടു. അവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു, എന്നെ ഒരിക്കൽ അടിച്ചു എന്ന് കരുതി അഹങ്കരിക്കരുത് നീ. എന്നോട് ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ നവനക്ഷത്ര ശക്തി നേടാനുള്ള പരിശ്രമത്തിലാണ്. കുറച്ചു നാളുകൾക്കുള്ളിൽ ഞാൻ അപരാജിതനാവും. എന്നിട്ട് നമുക്ക് മുട്ടി നോക്കാം. അപ്പോൾ കാണാം ആരാണ് ശക്തനെന്ന്. ഇരുവരുടെയും വാക്കുകൾ കേട്ട് അവിടെ കൂടിയിരുന്നവർ ഞെട്ടി. താരകേയ വംശത്തിലെ മഹായോഗിയായ സൂര്യോദയന്റെ മുത്തശ്ശൻ പോലും സ്തംഭിച്ചുപോയി. എന്തിനാണ് തന്റെ പേരക്കുട്ടി ഇത്ര വിഡ്ഢിത്തം കാട്ടുന്നത് അദ്ദേഹം? സൂര്യന്റെ വാക്കുകൾ കേട്ട് അരുണേന്ദ്രനും അമ്പരന്നു. സൂര്യന്റെ അഹന്ത നിറഞ്ഞ സംസാരം കേട്ട് അമരൻ അവനെ ആക്രമിക്കുമോ എന്ന് എല്ലാവരും ഭയന്നു. കാരണം ഇപ്പോൾ അമരൻ ആ പഴയ അമരനല്ല. അവൻ ഏതിനും തയ്യാറായുള്ള ഒരു യോദ്ധാവാണ്. എന്നാൽ സൂര്യോദയന്റെ സംസാരം കേട്ടിട്ട് അമരന് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല. ഛേ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്റെ ഒരു കാര്യം. തലയ്ക്ക് കൈവച്ചുകൊണ്ട് അമരൻ സ്വയം പഴിച്ചു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഏവരും കാതോർത്തു. നീ അപരാജിത പദവി കൈവരിക്കാൻ പോകുന്നതിൽ അഭിനന്ദനങ്ങൾ സൂര്യ. നീ അപരാജിതനായ ശേഷം നമുക്കൊരു വലിയ യുദ്ധം തന്നെ നടത്താം.
അതൊക്കെ ശരി, പക്ഷേ എനിക്ക് 9 നക്ഷത്ര ശക്തി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കിട്ടിയത്. അമരൻ നിസ്സാരമായി പറഞ്ഞു. ഇത് കേട്ട എല്ലാവരും വീണ്ടും ഞെട്ടി. അമരന് ഇത്ര പെട്ടെന്ന് നവനക്ഷത്ര ശക്തി കിട്ടിയതിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ വിവരം കേട്ടപ്പോൾ സൂര്യോദയന്റെ മുഖം വാടി. ആ സമയം അമരൻ സൂര്യന്റെ ഭാവമാറ്റം ആസ്വദിക്കുകയായിരുന്നു. സൂര്യോദയന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ദേഷ്യത്തോടെ അമരനോട് എന്തോ പറയാൻ ഒരുങ്ങി. പറയാൻ വന്നത് സൂര്യൻ പറയാതെ മിണ്ടാതെ നിന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി തനിക്ക് 9 നക്ഷത്ര ശക്തി കിട്ടിയ വിവരം എല്ലാവരെയും എങ്ങനെയാണ് ഒന്ന് അറിയിക്കുക എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു അമരൻ. ആ സമയത്താണ് ഈ വാർത്ത ഏവരെയും അറിയിക്കാൻ പറ്റിയ ഒരു അവസരം ഒത്തുവന്നത്. കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ച് വിവരം ഏവരെയും അറിയിച്ചു അമരൻ. തനിക്ക് കൈവന്ന ഭാഗ്യം ആരും അറിയാതെ പോകുന്നത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഏവരും അതറിഞ്ഞപ്പോൾ അവന് ആശ്വാസമായി. അതേസമയം ജാനകി ഈ വാർത്ത കേട്ട് അമ്പരന്ന് അമരനെ നോക്കി. 2 മാസത്തിനുള്ളിൽ 9ാമത്തെ നക്ഷത്രശക്തി അമരന് ലഭിച്ചെന്നത് എന്തുകൊണ്ടോ ജാനകിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ സാധിക്കും എന്ന് ആലോചിച്ച് തലപുകച്ചു ജാനകി. ജാനകിയും അമരനും തമ്മിൽ പകയുണ്ടായിരുന്നു. അവൾ അമരനോട് എപ്പോഴും ദേഷ്യപ്പെട്ടു. അതേസമയം അവന്റെ വർദ്ധിച്ചു വരുന്ന ശക്തികളിൽ അവൾ ഭയപ്പെട്ടു. സമയം അതിക്രമിച്ചിരിക്കുന്നു. സംസാരങ്ങളെല്ലാം പിന്നീടാവാം. നമുക്കേവർക്കും ലേലശാലയിലേക്ക് പുറപ്പെടാം. ലേലം ആരംഭിക്കാൻ സമയമായി. ഒരുപക്ഷെ നമ്മൾ അവിടെ എത്താൻ താമസിച്ചാൽ അമൃതധാരാപാനീയം നമുക്ക് കിട്ടാതെ പോകും. അരുണേന്ദ്ര മഹാരാജാവ് ലേലശാലയിലേക്ക് പോകാൻ തിരക്കുകൂട്ടി. അരുണേന്ദ്ര രാജാവിന്റെ സംസാരം കേട്ട് ആദ്യം മുതിർന്നവരെല്ലാം പ്രധാന കവാടത്തിലേക്ക് പോകാൻ തുടങ്ങി. അവർ പോയതിനു ശേഷം മഹാരാജൻ അമരനെ നോക്കി പറഞ്ഞു, നീ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി പുത്ര. നിന്നെ ഓർത്തെനിക്ക് അഭിമാനം തോന്നുന്നു. സൂര്യന്റെ മുത്തശ്ശൻ അവന് അമൃതധാര വാങ്ങി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കുമാരൻ അമൃതധാര സേവിച്ചിരുന്നല്ലോ. എന്ത് സേവിച്ചിട്ടും കാര്യമില്ല. പരിശീലനവും കഠിനാധ്വാനവുമാണ് എല്ലാത്തിന്റെയും വിജയരഹസ്യം. അമൃതധാര പാനം ചെയ്താൽ മാത്രം ഒരാൾക്ക് ശക്തനാവാൻ സാധിക്കില്ല. ഇതെല്ലാം നിന്റെ കഠിന പരിശീലനത്തിനുള്ള പ്രതിഫലമാണ്. അതെനിക്ക് നന്നായി അറിയാം. നമ്മുടെ രാജവംശത്തെ നയിക്കാൻ ഒരാൾ, ആ ശരിയായ ആൾ, അത് അമരേന്ദ്ര നീയായിരിക്കും, അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് അമരന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവൻ പിതാവിന്റെ പിന്നാലെ പ്രവേശന കവാടം ലക്ഷ്യമാക്കി നടന്നു. സൂര്യോദയനും അവരുടെ പുറകെ നടന്നു. അമരൻ തനിക്ക് മുമ്പിൽ പോകുന്നതിലുള്ള ഈർഷ്യ സൂര്യന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ഛേ, പെട്ടെന്ന് ഈ അമരന് എവിടെ നിന്നാണ് ഇത്രയും ശക്തികൾ ലഭിക്കുന്നത്? മഹാവീരനായ ശേഷം ഈ നാട് ഭരിക്കാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ആ വെല്ലുവിളിയെ തുടർന്നുണ്ടായ പോരാട്ടത്തിൽ സംഭവിച്ച പരാജയം അതെല്ലാവരുടെയും മനസ്സിലും ഒരു കോമാളി വേഷം നൽകി. സൂര്യോദയൻ ചിന്തിച്ചു. എല്ലാവരും ചക്രാനന്ദ ലേലശാലയിലേക്ക് യാത്ര തിരിച്ചു. ചക്രാനന്ദ ലേലശാലയിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി. അരുണേന്ദ്രനും കൂട്ടാളികളും അവിടെ എത്തിച്ചേർന്നു. എന്തൊരു തിരക്കാണിവിടെ! ഇതെന്താ, പാഞ്ചാലദേശം മുഴുവൻ ലേലത്തിലെത്തിയിട്ടുണ്ടോ? സൂര്യോദയന്റെ മുത്തശ്ശൻ സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ മറ്റൊരു കാരണവർ പറഞ്ഞു, ഇത് കഴിഞ്ഞ 6 മാസത്തിന് ശേഷം വരുന്ന ലേലമാണ്. ലേലശാലയ്ക്ക് പുറത്ത് വലിയ ബഹളം. പക്ഷേ അമരന് ആ ബഹളം ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, എന്തിനാ ഇത്ര ആൾക്കൂട്ടം? ബഹളം സഹിക്കാൻ വയ്യ. തല പൊട്ടിത്തെറിക്കും പോലെ അമരൻ ചിന്തിച്ചു. എന്തോ അസ്വസ്ഥത പ്രകടമാവുന്ന മുഖഭാവത്തോടെ നടന്നു. ലേലശാലയ്ക്ക് പുറത്ത് ആൾക്കൂട്ടമുണ്ടായിരുന്നു. ആളുകൾക്ക് നിൽക്കാൻ പോലും ഇടമില്ലാത്തത് കണ്ട് അമരൻ അത്ഭുതപ്പെട്ടു. താരകേയ രാജവംശത്തിലെ അതിഥികളെ ഒരു പ്രത്യേക വാതിലിലൂടെ അകമ്പടി സേവിക്കാനുള്ള ലേലശാലയിലെ കാവൽക്കാരെ അവൻ കാത്തുനിന്നു.